എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇടിയും മഴയും എല്ലാം ഉള്ളതല്ലേ. ഇത് അരിക്കുമുള് എന്ന് പറയുന്ന സാധനമാണ്. ഇത് കുറച്ച് ഇവിടെ ഞങ്ങ കൊത്തിയിട്ട് ഇളക്കിയെടുത്ത് മുളച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുട്ടികളും ഞാനും എല്ലാം വന്നിട്ട് പറിച്ചോണ്ടുള്ളതാണ്. ഇതാ നല്ല കുമുളാണ്. അങ്ങനെ അതിനെ പറിക്കുന്നുണ്ട്. ഇത് മഴ പെയ്താൽ ഇത്ര ചന്തം ഉണ്ടാവില്ല. 2 ദിവസത്തിന് മഴ ഇല്ലാത്ത കൊണ്ട് നല്ല ബടി ബടി പോലെ ഉണ്ട്. നന്നാക്കാൻ നല്ലതാണ്. ആപ്പാ ഇവിടെ ചുണ്ട് കോയികി വന്നിട്ട് ഇളക്കാത്ത സ്ഥലം ഇത്. അങ്ങനെ ബായന്റെ മറില് നല്ലോണം എനിച്ചിന്. ഇതാ അമ്മ പറിക്കട്ടെ കേട്ടാ. ഇതാ വന്നുകൊണ്ടുണ്ട്. വലിയ കുണ്ട അതൊക്കെ നോക്കിട്ട് വരണം. അതൊക്കെ സുഖമല്ല, ഇന്ന് ലീവാക്കിയാണല്ലോ. അതെപ്പാ അവനക്ക് ദിവസം പണി വന്നിന്. അതെ, ഇത് വേണം. നല്ല നല്ല സുഖമാല് ചാണകം മാതിരി ആയിട്ടുണ്ടാവും. മേലെ കറുത്തിട്ട് അല്ല. ഇത് നല്ല അരിക്കുമുള് പറയുന്ന റോഡിന്റെ സൈഡിൽ വരയിലാണ് ഇതുള്ളത്. അപ്പൊ ഇത് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇത് നല്ല രസത്തിൽ ഇത് എത്ര പാലുണ്ട്. ഇരുന്ന് പറിക്കാൻ പാടില്ല. പണ്ട് ഇരുന്ന് പറിച്ചാല് ഇനി ഒരിക്കൽ ആ സ്ഥലത്ത് മുളയ്ക്കില്ലാന്ന് പറയൂ. പിന്നെ വലിയ കുമു അതാ മോനെ അവിടെ നിന്റെ കാലിന്റെ ചോട്ടിലു എവിടെയുണ്ട്. കൊറേ ഉണ്ടാക്കിയത്. ചോറ ചൊറീനെ പറഞ്ഞ് നോക്കണേ. ചെറിയ ചെറിയ അട്ട ഇത് നോക്ക് എത്ര പാങ്ങുണ്ടെന്ന്. പാങ്ങുണ്ടാ ഇതാ നല്ല നീളായിട്ട് നല്ല സൂപ്പർ. ഇത് ക്ലീൻ ആക്കി എടുക്കാനും നല്ല പാങ്ങുണ്ടാവും. എല്ലാം ഉണ്ട്. പോകുന്നുണ്ട്. നമ്മൾ പറിച്ചത് ഇവിടെ ഉണ്ട്. കുമളുടെ കളിയാ. കുമള് കുട്ട കുട്ടിയാണ്. ഇത് ഇടിക്കണിച്ചതാണ്. അപ്പൊ കുമള് പറിക്കുമ്പോൾ 3 നാൾ താഴെ ഉള്ളത്. അപ്പൊ പഴുത്താൽ അത്രയ്ക്ക് അങ്ങനെ തിന്നല്ല. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഗീത പറഞ്ഞത് അവർക്ക് കുറഞ്ഞു പറയുന്നു. ഇത്ര കുമുള് കിട്ടിയെന്നല്ലേ വല്ലോ. ഇതെല്ലാം നോക്ക്. ഒരുത്തര് കുരു ഇട്ടിട്ട് മുളപ്പിക്കാണ്ട് പിന്നെ നമ്മൾ പോയിട്ട് പാറ്റിയും കീറ്റിയും ആക്കാണ്ട് മുളയ്ക്കുന്നത് ഇത് ഒരു സത്യത്തിൽ വരുന്നതാ. ഇത് ദൈവത്തിന്റെ ഒരു സത്യത്തില് ഇത് മുളയ്ക്കുക. ഇനി ആ വലിയ കുമുളിന് ഒന്നുണ്ട്. അതും അങ്ങനെ തന്നെ മോളെ. അതും അങ്ങനെ സത്യത്തില് ദൈവം മുളപ്പിക്കുന്നത്. അത് നമ്മൾ പറിക്കുമ്പോ എന്താക്കോന്നറിയോ, ഉണ്ടാണ്ട് പോയിട്ട് കുമിള് കിട്ടിയോ ഓൾക്ക് അറിയാൻ പാടില്ല പറഞ്ഞിട്ട് ഭാര്യ കോരി പറിക്കാൻ പാടില്ല. അതില് പാമ്പുണ്ടാവും അത്രേ. ആ പാമ്പ് എന്താക്കും, അങ്ങനെ പറിക്കുമ്പോ പടം എടുത്തിട്ട് വന്നിട്ട് നിൽക്കും അത്രേ. മുമ്പത്തെ കാലത്തിലായത് മക്കളെ എപ്പല്ല. എന്നിട്ട് അതിന് കുമുള് പറിക്കാണ്. വലിയ കുമുള് മുളച്ചിനോന്ന് 2 ബിലിയാങ്കും വിളിച്ചിട്ട് നമ്മൾ കുമുള് പറിച്ചാല് അത് മായായി പോകുന്നു. കുമുള് ഇത് പാമ്പു അയ്യാ. അങ്ങനല്ല ഇതിന്റെ ശാസ്ത്രം ഉണ്ട്. ഇതൊരു സത്യത്തിന്റെ ഒരു നമുക്ക് കറി വെക്കാൻ ഒരു സാധനം ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്.
നമുക്ക് മറ്റത് ഇഞ്ഞൊരു കുമ്മല് കിട്ടിയിട്ടില്ല വലുത്. അതെ അതെ എല്ലാ കൊല്ലവും നമുക്ക് കിട്ടലുണ്ട്. കിട്ടലുണ്ട്. അപ്പൊ ഈ കൊല്ലം ഇതെന്ത് മഴ ജാസ്തി ആയിട്ട് എന്തെന്ന് അറിയില്ല. അതെ അത് കിട്ടി. പിന്നെ അവിടെ കാടായിട്ട് പോയിട്ട് നോക്കിയിട്ടില്ലല്ലേ, എണിച്ചിട്ട് ബെടക്കായി പോയാ എന്താ അറിയില്ല. അത് വലുത് നല്ല വണ്ണ മൊട്ടക്കുമ്പള് പറയുന്ന സാധനം അത്. സാധനം ഈ മാളത്തിലെല്ലാം അധികം മുളയ്ക്കല അബിയ കുമ്പിള് പറയുന്ന സാധനം. ഇത് തണുപ്പുള്ളടത്ത് നല്ലോണം ചപ്പെല്ലാം ഉള്ളടത്ത് അങ്ങനത്തെ സ്ഥലത്തെ ഈ അരി കുമ്പിള് പറയുന്നത് ഇത് മുളയ്ക്കുള്ളൂ. ഈ കുമ്മുളുണ്ട് ഒരു കഥ പറ. ആഹാ അത് ഒരിക്കണം പറഞ്ഞിന്. അത് നമ്മളുടെ വീഡിയോ എന്തെന്തോ ആയ കൊണ്ട് അതെല്ലാം കിട്ടിയിട്ടുണ്ടാവില്ല. അതെന്ന് പറഞ്ഞാൽപ്പാ പിന്നെ അനിയനും ഏട്ടനും ബേട്ട പറഞ്ഞാല് ബേട്ട കളിക്കുന്നത് തോക്കും എടുത്തിട്ട് പോയിട്ട് കാട്ടില് ആപ്പാ വലിയ വലിയ കുമ്മുല് അതിന് പോണതത്ര. പോകുമ്പോ നിറച്ചും ഈ കുമ്മുല് കാട് നിറച്ചും വെളുത്ത തുണി വിരിച്ച മാതിരി ഉണ്ട്. അപ്പൊ എന്താക്കി ഏട്ടന്, മോനെ നമുക്ക് ഇന്ന് ബേട്ട വേണ്ട, നമുക്ക് ഈ കുമ്മിളിനെല്ലാം പറിച്ച് കൊണ്ടുപോയിട്ട് കറി വെക്കാന്ന് രണ്ടാളും ചാക്ക് കൊണ്ടുപോയിട്ടുണ്ടായി. അതിൽ പറിച്ചിട്ട് നിറച്ചു. പിന്നെയോ നോക്കുമ്പോ കുമ്മിളുണ്ട്. അപ്പൊ എന്താക്കി അനിയന്റെ അടുത്ത് പറഞ്ഞ്, ഈ ഒരു ചാക്ക് കുമ്മിൾ നീ കൊണ്ടുപോയിട്ട് നന്നാക്കിയിട്ട് നീ കറി വെക്ക്, ഒരു വലിയൊരു പാത്രം വെച്ചിട്ട് ഉച്ചക്കുള്ളത് വെക്ക്, വൈകുന്നേരത്തിനുള്ളത് ഈ ഉള്ളതും ഞാൻ പറിച്ചിട്ട് വരാ പറഞ്ഞിട്ട് അനിയനെ അയച്ചു. അനിയന് വീട്ടിൽ പോയിട്ട് വേഗം ഇങ്ങനത്തെ വലിയ വലിയ കുമ്മിളല്ലേ വേഗം നന്നാക്കി, പാവം നന്നാക്കിയിട്ട് ഒരു വലിയൊരു ചെമ്പട്ടി വെച്ചിട്ട് ഈ കുമ്മിളിനെല്ലാം കഴുകി ഇട്ടിട്ട് കറി വെച്ചു. കറി വെച്ചിട്ട് മൂടി തുറന്നിട്ട് കയ്യിലിടട്ടെ എന്ന് പറയുമ്പോ ഈ കുമ്മിളിടി അടിയിൽ പോയി. കുമ്മിള് അങ്ങനെ നിറച്ചിട്ടും വെച്ചതല്ല, ഇത് വെന്തിട്ടാവുമ്പോ ഒരു ഇത്രയായി. ഇവനക്ക് പേടിയായി, ഇതെന്തപ്പ മായോ ഇത്ര നിറച്ചും വെച്ചത് ഇങ്ങനെ ആയല്ലേ എന്ന് പറഞ്ഞ് ബേജാറിലിരിക്കുമ്പോ ഏട്ടന്, മോനെ ആയോ കറിയെല്ലാം റെഡി ആയോ, ഇതാണ് ആ ഒരു ചാക്ക് കൊടന്നെ നമുക്ക് വൈകുന്നേരത്തിന് ഉണ്ടാക്കാ പറഞ്ഞ്. ഏട്ടാ കറി വെച്ചിട്ടല്ല ആയി, ഒരു ഇത്രേ കറിയായിട്ടുള്ളൂ പറഞ്ഞ്. എന്താടാ അത്ര കുമ്മിള് കൊടുത്തയച്ചിട്ട് ഇത്രയായിട്ടുള്ളതാ, നിക്കുമോണെ നിന്നെ വെക്കാൻ പാടില്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് പറിച്ചിട്ട് കൊടുത്തയച്ചതല്ലേ പറഞ്ഞ്. ആ കത്തി ഉണ്ടായല്ലേ വേട്ടയ്ക്ക് പോയ കത്തി, ആ കൊടുവന്നെ കൊത്തിയുണ്ട് വയറിനെ. ഒന്നങ്ങോട്ട് കുമ്മിള് കരിയും തിന്നിട്ടില്ല, ഒന്നുമില്ല. ഏട്ടൻ കൊത്തിയ പാട് അവൻ വീണ്ടും മറിച്ച പാടിയുമ്പോ ഈ കുമ്മിളിനെ എല്ലാം നന്നാക്കിയിട്ട് വേഗം വെച്ചിട്ട് നല്ലോണം തിന്ന് അവൻ പോയ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനും വേവാൻ വെച്ചിട്ട് നോക്കുമ്പോ ഈ കുമ്മിളി ഇവൻ തുറന്നിട്ട് കയ്യിലിടുമ്പോ അങ്ങനെയായി, ഒരിത്രയായി. അപ്പൊ അവൻ വിചാരിച്ചു, ദൈവങ്ങളെ ഈ മായം ഉള്ളത് എനക്കറിയില്ല അയ്യാ, ഞാൻ ഈ കുമ്മിളിന് വേണ്ടിയിട്ട് എൻ്റെ ജീവത്തോട് ജീവമുള്ള എൻ്റെ അനിയനെ ഞാൻ കൊണ്ടല്ലേ, ഇനി ഞാൻ എന്തിനാ ജീവൻ വെച്ചോണ്ടിരിക്കണം പറഞ്ഞ് അതേ കത്തിയിൽ അവൻ്റെ ചങ്കും മുറിച്ച് അവനും അവിടെ കിടന്നിട്ട് അവനും മരിച്ചു. അങ്ങനെ ഇതൊരു മായത്തിൻ്റെ ഇതാണ്. നമ്മൾ ഇത്ര കൊണ്ടുവന്നാണ് മടി നിറച്ചും തട്ട നിറച്ചും വെച്ചിന്. ഇത് നന്നാക്കിയിട്ട് ഈ ചെമ്പ് നിറച്ച് വെച്ചാൽ മോളെ അത് ഇത്ര ആയാലും ഈ കുമ്മിളിൻ്റെ രുചി നമുക്ക് ഏതിലും കിട്ടില്ല. അത്ര രുചിയുള്ള സാധനമാണ് ഇത്. ഇനി ഒന്നും ഇടണ്ട, ഒരു ഉള്ളി പച്ചമുളക് ഇങ്ങനത്തെ സാധനം എല്ലാം ഇട്ടിട്ട് ഇത് കറി വെച്ചാൽ നമ്മൾ ഉണ്ടല്ലേ നല്ല മസാല എല്ലാം വറുത്തിട്ട് ഇത്ര ചാറ് കൂട്ടിയിട്ട് ആ ചോറ് വേവിച്ചാൽ അത്രേ രുചി ഉണ്ടാവും. അങ്ങനത്തെ ഒരു മായത്തിൻ്റെ സാധപ്പ ഞാൻ ഇങ്ങനത്തെ എല്ലാം എടുത്തു വെക്കും. ഒരു പാട്ടാവട്ടെ പിന്നെ ഇങ്ങനത്തെ കഥകളാവട്ടെ മറക്കില്ല, അത് എടുത്തു വെക്കും ഞാൻ. അങ്ങനെയാണ് ഈ കഥ മറക്കാത്തത്. ആ വലിയ കുമ്മിളിൻ്റെ കഥ വിളിച്ചാൽ പിന്നെ പാമ്പ് വരില്ല, വിളിച്ചിട്ടില്ലെങ്കിൽ പാമ്പ് എത്തും അവിടേക്ക് എന്ന് പറയുന്നത്
അത് ഈ കൊല്ലം ഏത് ടൈമിൽ അത് എനിച്ചോ ഏത് തേതിയിലോ അതേ തേതി വെച്ചാൽ മതി. വരുന്ന കൊല്ലവും അങ്ങനെ എനിക്ക് അതൊരു സത്യത്തിൻ്റെ തന്നെ. അതെ, അങ്ങനെ ആ കഥയെല്ലാം എനിക്കറിയും മക്കളെ. അങ്ങനെ ഇപ്പം അമ്മ കുറച്ച് കാലത്തിന് ഉണ്ടാവുള്ളൂ, വയസ്സായതല്ലേ. ഞാൻ പറഞ്ഞ കഥയെല്ലാം കുഞ്ഞുമക്കൾ കേട്ടിട്ട് മനസ്സിൽ വെച്ചോളി. അത് പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗപ്പെടൂ അല്ലേ. അങ്ങനെയാണ് ഓരോരോ കഥ. എല്ലാം എങ്ങനെ പറയണമെന്ന് നീ കരുതു. ഇപ്പോന്ന് പറഞ്ഞാൽ മോളെ, ഇപ്പോഴത്തെ കുട്ടികളോട്ടെ നിങ്ങളെ അവിടെ നിങ്ങളും ഇപ്പോഴത്തെ കുട്ടികളെന്നെ ഇത് എന്ത് പൊട്ട കഥ എന്ന് പറഞ്ഞിട്ട് പറയും. എന്താ പറഞ്ഞാൽ ഈൻ്റെ കാട്ടി രസമുള്ളതും മൊബൈലും ഒത്തൊരു മറിച്ചാലും ഏതോ ലോകത്തിൽ മറിച്ചാലും ആ മൊബൈൽ വന്നിട്ട് കിട്ടും. കഥകളും നല്ല നല്ലതെല്ലാം ഉണ്ടാവും, ടി വിയും എല്ലാം ഉണ്ടാവും. മുമ്പത്തെ കാലത്ത് ഒരു വയസ്സെത്തി വീട്ടിലുണ്ട് പറയുമ്പോ ഞങ്ങളല്ല പൊടി മക്കൾ കളിച്ചോണ്ടുണ്ടാവും. വെരി മക്കളെ, നിങ്ങൾക്ക് കഥ വേണ്ടേ? ഈ തലയ്ക്ക് ഇരുന്നിട്ട് ഇവിടെ ബോറടിക്കുന്നുണ്ടാവും. അപ്പൊ വിളിക്കൂ, കഥ വേണ്ടേ? അതാ അമ്മ കഥ പറയുന്ന അത്ര ബെരിയടാ നല്ല ചുറ്റും വന്നിട്ട് ഇരിക്കൂ. അപ്പൊ ഇങ്ങനത്തെ ഓരോരോ കഥ എടുത്ത് വിട്ടാല് രസമായിട്ട് ഇരുന്നിട്ട് ആ കുട്ടികൾ ഇങ്ങനെ ആക്കിയോണ്ട് എല്ലാം കേൾക്കും. ഇപ്പൊ ഇങ്ങനത്തെ കഥ പറയാൻ പോയാല് ഇതെല്ലാം കഥ അത്ര, മുമ്പേ ഇങ്ങനെ ആയതത്ര, എന്തിടാ ഇത് എന്ന് പറഞ്ഞിട്ട് മണ്ണും കുടഞ്ഞിട്ട് അവർ എണിച്ചിട്ട് പോവും. പിന്നെ അവർക്ക് ഇങ്ങനത്തെ എല്ലാം എവിടെയാ മനസ്സിൽ വരിക? മുമ്പെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇല്ലാത്ത കാരണം ഞങ്ങൾ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് കെഞ്ചു, വയസ്സന്മാരുടെ അടുത്ത് ഒരു കഥ പറയുന്നു കെഞ്ചു. അവർ പറയുന്ന കഥനെ എടുത്തിട്ട് 1 or 2 മനസ്സിലേ ഉണ്ടാവും. അത് ഇതാ ഈ ടൈമിലെല്ലാം നമുക്കത് ഉപയോഗപ്പെട്ടു അല്ലേ. ഇങ്ങനത്തെ കഥയോ കേൾക്കുന്നവർ അതിശയമായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടല്ല വിചാരിക്കുന്നവരും ഉണ്ടാവും, പിന്നെ വിചാരിക്കാത്തവരും ഉണ്ടാവും ഇതെല്ലാം കഥയാന്ന്. അങ്ങനെയാണമ്മ ഈ കഥ. അറിയില്ല, ഒന്നും അറിയില്ല. ഈ മൊബൈലിൽ ഇല്ല കൊണ്ടല്ലമ്മ, ഈ മൊബൈലെല്ലാം വന്ന പിന്നെ അധികം വേണ്ട ഗീത ക്ലീനാക്കിട്ടാവുമ്പോ ഇത്രയായി. കറിയാക്കിട്ടാവുമ്പോ ഒരു ഇത്ര ഉണ്ടാവും. എല്ലാ ഉള്ളി ഇതെല്ലാം വാടിയിട്ടാവുമ്പോ ഇത്രയേ ഉണ്ടാവും. നമുക്കിന്ന് ഉച്ചത്തേക്ക് ഇത് കറിയാക്കാം. ഇത് നമ്മളുടെ പഞ്ചായത്ത് ഇത് അതില് കുഞ്ഞു ചെടി സ്റ്റൈലിക്ക് നട്ടിട്ടുണ്ട്. അതില് ഒരു പൂവിന്റെ അതിശയം കണ്ടിട്ട് ഇവിടെ നോക്കുമാ, ഇവിടെ നോക്ക്, അത്ര വണ്ണത്തിന്റെ ഒരു പൂവ്. നല്ല സ്റ്റൈലുണ്ട്. ചെടി നോക്ക്, കുഞ്ഞി ചെടി. അയ്യാ അതിന്റെ മൊട്ട് ഇവിടെ നോക്കുപ്പാ, ഇത്രക്കുണ്ട് മുട്ടല്ലേ. മുട്ട് നോക്ക്. അപ്പൊ കുഞ്ഞി ചെടിയിൽ ഇത്ര വലിയ പൂ വിരിഞ്ഞല്ല. എനക്കൊരു കൊസി അതിനെ പിടിച്ചിട്ട് എല്ലാവർക്കും കാണിക്കാ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതിനൊരു വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് ആക്കിയതാണ്. ഇന്റെ ചെടി വലിയ അതാ അതിലെല്ലാം നോക്കും നോടിക്ക പൂവ് നോക്ക്. ബണ്ടുകൾക്കെല്ലാം ഒരു പൂവ് വരുമ്പോ അവർക്കെല്ലാം ഒരു കൊസി അല്ലേ. നോക്ക അതിന്റെ ഉള്ളിൽ പോയിട്ട് ആ ബണ്ട് ദാസവാള ചെടിയല്ലല്ലോ, ദാസവാള അല്ല, ദാസവാള പോലത്തത്. ദാസവാള പറഞ്ഞാല് ചെമ്പരത്തി അല്ല ഇത്. ഇത് ഒരു സ്റ്റൈലിന്റെ ചെടിയാണ്. ഇതിന്റെ മൊട്ട് ഇതാ. അതെ, ഇതിന്റെ മൊട്ട് ഇതെങ്ങനെ ഉണ്ടാവും ഇവിടെ നോക്ക്. ഇതാ ഇങ്ങനെ ഉണ്ടാവും. അതെ, കുറച്ച് വിരിയുമ്പോ ഇത് ഇതുപോലെ. അതെ, നല്ല പാങ്ങ കളറ്. ഇതില് വാനില് പോയിട്ട് ക്ലീൻ ആയിട്ട് ഇറങ്ങിയിട്ട് കറക്കില്ലാണ്ട് മെല്ലെ പോണു വീട്ടിൽ. ഇതൊക്കെ കാണാം, കേൾക്കണ്ടില്ല.
ഞങ്ങളുടെ കുമ്മുളെല്ലാം പാങ്ങ് ഉണ്ടായല്ലേ മണ്ണല്ലേ അതെ അതെ പാങ്ങ് കറിയെല്ലാം വെച്ച് പാങ്ങ് ഉണ്ടായി കുറച്ച് ബറവും ആക്കി കുറച്ച് കറിയും വെച്ച് അതെ അതെ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതെ പിറ്റേ ഇന്ന് രാവിലെ റൊട്ടിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായി. അതെ അതെ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. അതെ ബൈ. ബായ്.